ഇന്നൊരു വർക്കുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വർക്കിന് പോവാണ്. അപ്പോൾ കൊച്ചിയെപ്പോലെ അത്ര എളുപ്പമല്ല ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊന്നും. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് നടന്ന് വേണം ബസ് സ്റ്റോപ്പിലെത്താൻ. അവിടെ നിന്ന് പിന്നെ ഒറ്റ ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതിലൊക്കെ കയറിയിട്ട് വേണം നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാരണം നമുക്ക് 7:20 ബസ് കിട്ടണം. മമ്മു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനിന്ന് സ്കൂളിൽ പോകാനുണ്ട്. അവനും സെയിം ബസ്സിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നെനിക്ക് വർക്ക് വരുന്നത് ഓട്ടോ ഷർട്ടുണ്ടല്ലോ, അവരുടെ ബുക്കിംഗ് ഇവൻ്റ് നടക്കുകയാണ്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടത്ത് വെച്ചിട്ടായിരുന്നു വർക്ക്. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ ഞാൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എത്തി. പിന്നെ അവിടെ നിന്നും ഏകദേശം കുറേ നടക്കാനുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 9 മണിക്കുള്ളിൽ ഞാൻ 2-3 കിലോമീറ്റർ നടന്നിട്ട് മാത്രമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തി. ട്രാവൻകൂർ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ചെന്നു, കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. എന്നെപ്പോലത്തെ 25+ ഗേൾസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇതേപോലെ സെയിം വർക്കിന് വന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് വർക്കിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചിന് പോയി. കൂടുതലും തമിഴ് ഫ്ലേവേർഡ് ഡിഷൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് കൂടുതൽ കിട്ടുക. തൈര് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ വൈകിട്ട് നമുക്ക് ചായ സ്നാക്സൊക്കെ കിട്ടി. അത് കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആയപ്പോൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ കാര്യവട്ടം മാഡിയുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ മാഡി എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് വിളിച്ച് വരുത്തിയിരിക്കുകയാണ് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ലാസ്റ്റ് ഞാൻ അവനെ കൺവിൻസ് ചെയ്ത് അവൻ എന്നെ വീട്ടിൽ വരെ കൊണ്ടാക്കിപ്പിച്ചു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി വരുന്ന വഴി അല്ലാണ്ട് ഹൈവേയിലല്ലാണ്ട് ബീച്ച് വഴിയാണ്, ബീച്ച് റോഡ് വഴിയാണ് കേട്ടോ വന്നത്. അപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു തട്ടുകടയിൽ കയറി നമ്മൾ തട്ടടിച്ചു. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഡബിൾ ഓംലെറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 9 മണിയൊക്കെ ആകാറായി. അവസാനം എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ കേട്ടോ. കാരണം ജോലി കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നതാണ്.